രാഗം മാത്ത് ഹബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഡിസംബർ 28 നടന്ന 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 പരീക്ഷയുടെ കണക്കിലെ 20 ചോദ്യങ്ങളിൽ 10 എണ്ണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ബാക്കി 10 എണ്ണം അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് രാഗം മാത്ത് ഹബിൻ്റെ ക്ലാസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: 32 × 10 ഹരണം 10 - 2 നിന്ന് 20 കുറച്ചാൽ എത്ര? അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 32 × 10 ഹരണം 10 - 2 ഇത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 20 കുറയ്ക്കണം അല്ലേ? അപ്പോൾ നോക്കിയേ, ബോർഡ് മാസ് റൂള് പ്രകാരമുള്ള ചോദ്യമാണിത്. ബോർഡ് മാസ് റൂൾ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റുകൾ ആദ്യം ചെയ്യണം. ബ്രാക്കറ്റുകൾ എന്ന് പറയുമ്പോൾ അകത്തുള്ള ചെറിയ ബ്രാക്കറ്റുകളാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഒരു വലിയ ബ്രാക്കറ്റ് ഉണ്ട്, അതിനകത്ത് 2 കുഞ്ഞു ബ്രാക്കറ്റുകളും ഉണ്ട്. അപ്പോൾ ആ 2 കുഞ്ഞു ബ്രാക്കറ്റുകളിലുള്ളതിൻ്റെ വില ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ചെയ്ത് നോക്കാം. 32 × 10 എന്നാൽ 320. 32 × 10 320 ഹരണം ഈ കുഞ്ഞു ബ്രാക്കറ്റിൽ 10 - 2. 10 - 2 എത്രയാണ്? 8. അപ്പോൾ വലിയ ബ്രാക്കറ്റ് അവിടെ ഇട്ടു. മൈനസ് അതിൽ നിന്ന് 20 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് -20 എന്നിട്ടു. 320നെ 8 കൊണ്ട് ഹരിക്കുക. 320നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 320/8. 8 32ൽ 4 പ്രാവശ്യം പോവും. 8 32ൽ 4 പ്രാവശ്യം. അപ്പോൾ 320/8 എന്ന് പറഞ്ഞാൽ 40. അപ്പോൾ 40 മൈനസ് അതിൽ നിന്ന് 20 കുറയ്ക്കണം. അപ്പം 40ൽ നിന്ന് 20 കുറച്ചാൽ ഉത്തരം എത്ര? 20. ഉത്തരം എത്രയാണ്? 20. അപ്പോൾ ഇവിടെ ബോർഡ് മാസ് റൂള് പ്രകാരം ബ്രാക്കറ്റുകൾ ആദ്യം ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ അകത്തുള്ള കുഞ്ഞു ബ്രാക്കറ്റുകൾ ചെയ്തിട്ട് വലിയ ബ്രാക്കറ്റ് ചെയ്യുക. എന്നിട്ടോ ആ ഉത്തരത്തിൽ നിന്ന് 20 കുറയ്ക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 20. ഏതു 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 + 3 × 8 - 12 ഹരണം 4 = 3 എന്ന സമവാക്യം ശരിയാകുക? അപ്പോൾ ഈ ഒരു സമവാക്യം ശരിയാകണമെങ്കിൽ ഏതോ 2 ചിഹ്നം പരസ്പരം മാറ്റി എഴുതണം. അപ്പോൾ ഏതൊക്കെ 2 ചിഹ്നങ്ങളാണ് പരസ്പരം മാറ്റി എഴുതേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മൈനസും ഹരണവും പരസ്പരം മാറ്റി എഴുതിയാൽ ഈ സമവാക്യം ശരിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം മൈനസും ഹരണവും മാറ്റിയാൽ ശരിയാകുമോ എന്ന്. അപ്പോൾ നോക്കി, 5 + 3 × 8 മൈനസ് മാറ്റിയിട്ട് ഹരണമാക്കണം. അപ്പോൾ മൈനസ് മാറ്റി ഹരണം എഴുതി. 12 ഹരണം ചിഹ്നം മാറ്റിയിട്ട് മൈനസ് ആക്കണം. മൈനസും ഹരണവും പരസ്പരം മാറ്റി എഴുതണം അല്ലേ? അപ്പോൾ 4 = 3. അപ്പോൾ ഈ ഒരു സമവാക്യം ശരിയാകുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 5 + 3 × 8 ഈ ഹരണം എന്നതിനെ /12 എന്നാക്കുവാണ്. ഹരണം മാറ്റിയിട്ട് ബൈ എന്നിടുവാണ്. അത് എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 8 ഹരണം 12 എന്നുള്ളത് 8/12 എന്നെഴുതി. -4 = 3 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 5 + 3 12ൽ 4 പ്രാവശ്യം പോവും. 3 12ൽ 4 പ്രാവശ്യം പോവും. അപ്പോൾ 5 + 8/4 8/4 എന്ന് പറഞ്ഞാൽ 2 -4 = 3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 5 + 2 എത്രയാണ്? 7. 7ൽ നിന്ന് 4 കുറച്ചാൽ 3 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 3. അപ്പോൾ സമവാക്യം ശരിയല്ലേ? അപ്പോൾ നോക്കിയേ, എന്താ ചെയ്തേ? ബി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മൈനസും ഹരണവും പരസ്പരം മാറ്റി എഴുതി ചെയ്തപ്പോൾ നമുക്ക് ഇടതുവശത്ത് 3 കിട്ടി, വലതുവശത്ത് 3 തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ സമവാക്യം ശരിയാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. √15² + 12² - 2 × 15 × 12 എത്ര?
ഇക്വേഷൻ നന്നായി പഠിച്ചയാളെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ തന്നെ ആ ഇക്വേഷൻ ഓർമ്മ വരും അല്ലേ? എന്താ ഈ ഇക്വേഷൻ നോക്കിയേ, 15-ന് എ എന്നും 12-ന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ, 15-ന് എ എന്നും 12-ന് ബി എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇക്വേഷൻ എന്താ വരിക നോക്കിയേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പോൾ റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. നോക്കിയേ, റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം റൂട്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ. അപ്പോൾ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, എ മൈനസ് ബി ആണ്. ബാക്കി എന്താ ഉള്ളത്, എ മൈനസ് ബി. അപ്പോൾ എന്താ അർത്ഥം, ഈ ഒരു പാറ്റേണിൽ, അതായത് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന പാറ്റേണിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം കാണാൻ എന്ത് കണ്ടാൽ മതി, എ മൈനസ് ബി കണ്ടാൽ മതി. അതിപ്പോൾ 15ഉം 12ഉം ആയിക്കോട്ടെ, വേറെ ഏത് നമ്പറോ ആയിക്കോട്ടെ, ഈ ഒരു പാറ്റേണിൽ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ മൈനസ് ബി. അപ്പോൾ ഇവിടെ എ എത്രയാ, എ 15ഉം ബി 12ഉം ആണ്. അപ്പൊ 15 മൈനസ് 12, ഉത്തരം എന്ത് കിട്ടും, 3. ഉത്തരം എത്രയാണ്, 3. അപ്പൊ എന്താ പഠിച്ചു വെക്കണ്ടേ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന രൂപത്തിൽ ഏത് നമ്പർ തന്നിട്ട് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, എ മൈനസ് ബി. അപ്പൊ ഇവിടെ ഉത്തരം എത്ര കിട്ടും, 3. ഇനി ഈ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. റൂട്ട് ഓഫ് 15 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു 12. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇക്വേഷൻ ആക്കി മാറ്റാം. 15-ന് എ എന്നും 12-ന് ബി എന്നും കൊടുക്കുക. 15-ന് എ എന്നും 12-ന് ബി എന്നും. അപ്പോൾ എന്താ ഇക്വേഷൻ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പോൾ രണ്ടും പ്ലസ് ആണ്, ഇവിടെ രണ്ടും പ്ലസ് ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ നോക്കിയേ, ഇവിടെയും റൂട്ടും സ്ക്വയറും ഉണ്ട്. റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ അതങ്ങ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, എ പ്ലസ് ബി. ബാക്കി എന്താ ഉള്ളത്, എ പ്ലസ് ബി. അതായത് ഈ ഒരു പാറ്റേണിൽ ഏത് നമ്പർ തന്നിട്ട് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എ പ്ലസ് ബി ആണ്, എ പ്ലസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും, 15 പ്ലസ് 12, 15 പ്ലസ് 12. അപ്പോൾ ഉത്തരം എത്ര കിട്ടും, 27. 15 പ്ലസ് 12 എത്രയാണ്, 27. അപ്പോൾ നന്നായി പഠിച്ചു വെക്കുക. എന്താണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന പാറ്റേണിൽ ഒരു ചോദ്യം തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കുക, എ മൈനസ് ബി. അതുപോലെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന പാറ്റേണിൽ ഒരു ചോദ്യം തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കുക, എ പ്ലസ് ബി കണ്ടുപിടിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏതു റൺ നിരക്കിൽ റണ്ണെടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2. അപ്പോൾ റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ റൺസ്. റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിലെ റൺസ്. അങ്ങനെ വേണം കണക്കാക്കാൻ. പറഞ്ഞത് കേട്ടല്ലോ, റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ 3.2 റൺസ് വെച്ച് കണക്കാക്കുക.
അങ്ങനെയെങ്കിൽ 10 ഓവറിൽ എത്ര റൺസ് ആയിട്ടുണ്ടാവും? റൺ നിരക്ക് 3.2 അഥവാ ഒരു ഓവറിൽ 3.2. അങ്ങനെയെങ്കിൽ 10 ഓവറിൽ 10 × 3.2 അതായത് 32 റൺസ് എടുത്ത് കാണും. 10 ഓവറിൽ എത്ര റൺസ് എടുത്ത് കാണും? 32 റൺസ്. ഇപ്പൊ കിട്ടിയല്ലോ, ഒരു ഓവറിലെ റൺസ് 3.2, അപ്പൊ 10 ഓവറിൽ 32 റൺസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? അപ്പോൾ 282 റൺസ് നേടണം. ഇപ്പോൾ എത്ര എടുത്തിട്ടുണ്ട്? 32. അപ്പോൾ 282 റൺസ് നേടണമെങ്കിൽ ഇനി എത്ര റൺസ് എടുത്താൽ മതി? 282 മൈനസ് 32, 250 റൺസ് ഇനി എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓൾറെഡി 32 റൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 282 റൺസ് ആകാൻ ഇനി എത്ര എടുക്കണം? 250. ഇനി എത്ര ഓവർ ബാക്കിയുണ്ട്? 40 ഓവർ ബാക്കിയുണ്ട്. 40 ഓവർ ഇനി ബാക്കിയുണ്ട്. ഈ 40 ഓവറിലാണ് എത്ര റൺസ് എടുക്കണ്ടേ? 250. കിട്ടിയോ? 40 ഓവറിലാണ് 250 റൺസ് എടുക്കണ്ടേ. നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ 40 ഓവറിൽ 250 റൺസ് എടുക്കുമ്പോൾ ഉള്ള റൺ നിരക്ക് എന്താ? റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ, റൺ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ എത്ര റൺസ് എടുക്കണം? ഒരു ഓവറിൽ എത്ര റൺസ് എടുക്കണം എങ്ങനെ കിട്ടും? 250 റൺസാണ് എടുക്കണ്ടേ. 40 ഓവർ ഉണ്ട്. അപ്പോൾ ഒരു ഓവറിൽ എത്ര വെച്ച്? 250/40. 250/40. 40 ഓവറിൽ 250. അപ്പോൾ ഒരു ഓവറിൽ 250/40. 0 വെട്ടിക്കളയുക. ബാക്കിയുള്ളത് 25/4. 25/4 ഹരിക്കുക. 25/4. 25-ൽ 4 6 പ്രാവശ്യം. 6 4 24. 25-ൽ നിന്ന് 24 കുറച്ചാൽ 1 ആണ്. 1-ൽ 4 പോവാത്തോണ്ട് ഇവിടെ പോയിന്റ് ഇടുക. ഒരു 0 ഇവിടെ ഇട്ടു. 0 താഴ്ത്തിയിട്ടു. 10-ൽ 4 2 പ്രാവശ്യം. 24 8. ബാക്കി 2. അപ്പോൾ വീണ്ടും ഒരു 0 ഇടുക. 20-ൽ 4 5 പ്രാവശ്യം. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 6.25. അപ്പോൾ എന്താ മനസ്സിലായേ? നമ്മളോട് ബാക്കിയുള്ള 40 ഓവറിൽ റൺ നിരക്കാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഓവറിൽ ആവറേജ് 6.25 റൺസ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ എത്ര റൺസ് ആവും? 282 റൺസ്. സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്റർ ആണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും? അപ്പോൾ സമചതുരാകൃതിയായ ഒരു തുണിയുണ്ട്. ആ സമചതുരാകൃതിയായ തുണിയുടെ നീളം 1 മീറ്റർ ആണ്. നീളം 1 മീറ്റർ ആണെങ്കിൽ സമചതുരമായതുകൊണ്ട് വീതിയും 1 മീറ്റർ തന്നെ. നീളവും 1 മീറ്റർ, വീതിയും 1 മീറ്റർ. സമചതുരാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പകുതി നീളവും വീതിയുമുള്ള മറ്റൊരു തുണി എടുത്തൊന്ന് വിചാരിക്കുക. പകുതി നീളവും വീതിയും, അതായത് നേരത്തെ 1 മീറ്റർ എന്നാ പറഞ്ഞേ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള മറ്റൊരു തുണി എടുത്തു. ഓക്കെ ആണോ? ആദ്യത്തെ തുണിക്ക് 100 രൂപയാണ് വില. ആദ്യത്തെ തുണിക്ക് 100 രൂപയാണ് വില. ഈ പുതിയ തുണിക്ക് പകുതി നീളവും പകുതി വീതിയുമുള്ള രണ്ടാമത്തെ തുണിക്ക് എത്രയാണ് വില എന്നാണ് ചോദ്യം. അപ്പോൾ തുണിയുടെ വില കണക്കാക്കുന്നത് വിസ്തീർണത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് പഠിക്കുക. തുണിയുടെ വില കണക്കാക്കുന്നത് വിസ്തീർണത്തെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെയെങ്കിൽ വിസ്തീർണത്തിന് എന്ത് മാറ്റം വന്നു എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ തുണിയുടെ വിസ്തീർണം നീളം ഗുണനം വീതി. നീളം ഗുണനം വീതി. അപ്പോൾ 1-നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെയാണ്. അപ്പോൾ ആദ്യത്തേതിൻ്റെ വിസ്തീർണം 1 മീറ്റർ സ്ക്വയർ. ആദ്യത്തേതിൻ്റെ വിസ്തീർണം എത്ര? 1 മീറ്റർ സ്ക്വയർ. രണ്ടാമത്തേതിൻ്റെ വിസ്തീർണോ 1/2 × 1/2. നീളം ഗുണനം വീതി. നീളം ഇൻറ്റു വീതി. 1/2 × 1/2 എത്രയാ? 1 ഗുണിച്ചാൽ 1 തന്നെ. ബൈ 2 ഗുണിച്ചാൽ 4. അപ്പോൾ 1/4 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 1/4 മീറ്റർ സ്ക്വയർ. ഇനി നോക്കിയേ, ആദ്യത്തെ വിസ്തീർണം 1 മീറ്റർ സ്ക്വയർ. അതിൻ്റെ വില 100 രൂപയാണ്. ആ തുണിയുടെ വില എത്രയാണ്? 100 രൂപ. അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്? 1/4 മീറ്റർ സ്ക്വയർ ഉള്ള തുണിയുടെ വില എത്രയാണ് എന്നാ ചോദ്യം. 1/4 മീറ്റർ സ്ക്വയർ
1/4 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള തുണിയുടെ വില എത്ര? സിമ്പിൾ ആണേ, നോക്കിക്കോ. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. അങ്ങനെയെങ്കിൽ 1/4 മീറ്റർ സ്ക്വയറിന് വില എത്ര? 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. 1/4 മീറ്റർ സ്ക്വയറിന് വില എത്ര? ക്രോസ് ഗുണിക്കുക. 10 മാങ്ങയുടെ വില ഇത്രയാണെങ്കിൽ 20 മാങ്ങയുടെ വില എത്ര എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ഇതും, അല്ലേ? അപ്പോൾ 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. അങ്ങനെയെങ്കിൽ 1/4 മീറ്റർ സ്ക്വയറിന് എത്ര രൂപ? ക്രോസ് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1/4 ഇൻറ്റു 100. 1/4 ഇൻറ്റു 100 ബൈ ഇവിടെ 1, അല്ലേ? ആദ്യം ഉള്ളത് 1 മീറ്റർ സ്ക്വയർ അല്ലേ? അപ്പോൾ ക്രോസ് ഗുണിച്ചിട്ട് 1 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എന്ത് വരും? 100/4 25. 100/4 എത്ര? 25 രൂപ. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചാൽ മതി. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. 1/4 മീറ്റർ സ്ക്വയറിന് എത്ര? 1 മീറ്റർ സ്ക്വയറിന് 100 രൂപ. അങ്ങനെയെങ്കിൽ 1/4 മീറ്റർ സ്ക്വയറിന് എത്ര? 1ന്റെ പകുതിയാണ് അര, അതിൻ്റെയും പകുതിയാണ് 1/4. ഓക്കെ ആണോ? 1ന്റെ പകുതിയാണ് അര, അതിൻ്റെയും പകുതിയാണ് 1/4. അപ്പോൾ 1ന്റെ പകുതിയുടെ പകുതിയാണ് 1/4. 1ന്റെ പകുതിയുടെ പകുതിയാണ് 1/4. അതുകൊണ്ട് വിലയും പകുതിയുടെ പകുതിയാകും. അപ്പോൾ 100ന്റെ പകുതിയുടെ പകുതി എത്ര? 25 രൂപ. അപ്പോൾ ഉത്തരം എത്രയാണ്? 25 രൂപ. രണ്ട് സംഖ്യകളുടെ ലസാഗു 60, ഉസാഖ 3. ഈ രണ്ടു സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പോൾ LCM, അതുപോലെ HCF, അതുപോലെ സംഖ്യകളുടെ ഗുണനഫലവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ പഠിക്കുക. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ ഗുണനഫലം. LCM ഇൻറ്റു HCF ഈക്വൽ ടു സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ ആ രണ്ട് സംഖ്യകളുടെ LCMഉം HCFഉം ഗുണിച്ചാൽ കിട്ടുന്നത് ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. LCM പറഞ്ഞിരിക്കുന്നത് ലസാഗു 60. LCM ലസാഗു 60. HCF ഉസാഖ 3. അപ്പോൾ HCFന് 3 എന്ന് കൊടുത്തു. സംഖ്യകളുടെ ഗുണനഫലം എന്ന് വെച്ചാൽ രണ്ട് സംഖ്യകളുണ്ടെങ്കിൽ അതിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട് 12. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു മറ്റേ സംഖ്യ x ആയിട്ട് എടുക്കാം. ഓക്കെ ആണോ? ഒരു സംഖ്യ 12, മറ്റേ സംഖ്യ x ആയിട്ട് എടുക്കാം. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു x. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഈ 12 60 5 പ്രാവശ്യം പോകും. ഈ 12 60 5 പ്രാവശ്യം പോകും, അല്ലേ? അപ്പോൾ x സമം 3 ഇൻറ്റു 5. 3 ഇൻറ്റു 5 എന്നാൽ എത്ര? 15. അപ്പോൾ ഇവിടെയുള്ള 12 ഈ 60 കട്ട് ചെയ്യുക. 12 60 5 പ്രാവശ്യം പോവും. അപ്പോൾ 3 ഇൻറ്റു 5 എത്ര കിട്ടും? 15. അപ്പോൾ മറ്റേ സംഖ്യ ഏതാണ്? 15. എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിൻ്റെ നമ്പർ ഏതായിരിക്കും? അപ്പോൾ എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുണ്ടെന്നാണ് പറഞ്ഞേ. 60 10 രൂപ നോട്ട്. അതിലെ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575. ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ എത്രയാണ്? 7575. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്പർ ക്രമമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്രമമായിട്ടെന്ന് പറയുമ്പോൾ ഒരു നമ്പർ കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ തന്നെയാണ് അടുത്ത നോട്ടിന് ഉണ്ടാവുക. അപ്പോൾ 7575 ആണ് ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ എങ്കിൽ അടുത്ത നോട്ടിൻ്റെ നമ്പർ 7576. അടുത്ത നോട്ടിൻ്റെ നമ്പർ എത്രയാണ്? 7576. അടുത്ത നോട്ടിൻ്റെ നമ്പർ 7577. അങ്ങനെ പോകും, അല്ലേ? അപ്പോൾ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ 7575. അപ്പോൾ അടുത്ത നോട്ടിൻ്റെ നമ്പർ ക്രമമായിട്ടാണ് നമ്പർ പോകുന്നത്. അപ്പോൾ അടുത്ത നമ്പർ 7576, പിന്നെ 7577, 7578, അങ്ങനെ പോകും. ചോദ്യം എന്താ? 60ാമത്തെ നോട്ടിൻ്റെ നമ്പർ എത്ര? 60ാമത്തെ നോട്ടിൻ്റെ നമ്പർ. അപ്പോൾ പഠിക്കുക, ഇവിടെ ഓരോ നമ്പർ കൂടി വരുവാണ്. അല്ലേ? രണ്ടാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടി.
കിട്ടാൻ ആലോചിക്കണേ, രണ്ടാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പറിനോട് 1 കൂട്ടിയാൽ മതി അല്ലേ? ഓരോന്ന് കൂടി കൂടിയല്ലേ വരുന്നേ. അപ്പോൾ രണ്ടാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പർ എത്ര? 75. അതിനോട് 1 കൂട്ടിയാൽ മതി. മൂന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാനോ? മൂന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ ആദ്യത്തെ നമ്പറിനോട് 2 കൂട്ടണം. എന്ന് ആലോചിച്ചാൽ മതി. നോക്കിയേ, 7575നോട് 2 കൂട്ടുമ്പോഴാണ് ഈ മൂന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് 1 കൂട്ടുമ്പോൾ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് 2 കൂട്ടുമ്പോൾ, ഇനി അതിൻ്റെ തൊട്ട് അപ്പുറത്തേത് കിട്ടണമെങ്കിൽ എത്ര കൂട്ടണം? 3 കൂട്ടണം. അതായത് രണ്ടാമത്തെ നമ്പർ കിട്ടാൻ 1 കൂട്ടണം, മൂന്നാമത്തെ നമ്പർ കിട്ടാൻ 2 കൂട്ടണം, നാലാമത്തെ നമ്പർ കിട്ടാൻ 3 കൂട്ടണം. അങ്ങനെയെങ്കിൽ 60ാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ എത്ര കൂട്ടണം? 59 കൂട്ടണം. അതായത് 7575നോട് 59 കൂട്ടണം. 9 5 14 4, ബാക്കി 1, 7 5 12 1 13 3, ബാക്കി 1, 5 1 6 7. അപ്പോൾ ഉത്തരം എത്ര? 7634. അപ്പോൾ പഠിച്ചല്ലോ, ഇവിടെ 1 കൂടി കൂടി വരുന്നത് കൊണ്ട്, ക്രമമായിട്ട് പോകുന്നത് കൊണ്ട് രണ്ടാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പറിനോട് 1 കൂട്ടുക, മൂന്നാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാൻ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പറിനോട് 2 കൂട്ടുക, 20ാമത്തെ നോട്ടിൻ്റെ നമ്പർ കിട്ടാനാണെങ്കിലോ ആദ്യത്തെ നോട്ടിൻ്റെ നമ്പറിനോട് 19 കൂട്ടണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവസാന നോട്ടിൻ്റെ 60ാമത്തെ നോട്ടിൻ്റെ നമ്പറാണ്. അതുകൊണ്ട് ആദ്യ നോട്ടിൻ്റെ നമ്പറിനോട് 59 കൂട്ടുക. ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 km/h വേഗതയിലും തിരിച്ച് 120 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഇവിടെ ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് തിരിച്ച് ആദ്യമുണ്ടായ അതേ സ്ഥലത്തേക്ക് വരുവാണ്. അതായത് ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് തന്നെ വരുവാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ട് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് തന്നെ വരുവാണ്. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ വേഗത 30 km/h ആണ്. 30 km/h ആണ്. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴുള്ള വേഗത 120 km/h ആണ്. അങ്ങോട്ട് 30 km/h തിരിച്ച് 120 km/h വേഗത. അങ്ങനെയെങ്കിൽ ചോദ്യം എന്താ? ഒരു വശത്തേക്കുള്ള ദൂരം, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. ഒരു വശത്തേക്കുള്ള ദൂരം കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് S1 S2 S1 + S2 × T എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുള്ള സമയമാണ് T ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, S1 S2 എന്ന് പറഞ്ഞാൽ വേഗതകൾ 30 × 120 ഡിവൈഡഡ് ബൈ 30 + 120 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ ആകെ എടുത്ത സമയം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാനെടുത്ത സമയം എത്ര? 5 മണിക്കൂർ എന്നാ പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം. 30 × 120 ഡിവൈഡഡ് ബൈ 120 30 150 ഇൻറ്റു 5. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്ക്, 30 150 5 പ്രാവശ്യം പോവും. 30 150 5 പ്രാവശ്യം പോവും. ഈ 5ഉം മുകളിലുള്ള 5ഉം കട്ട് ചെയ്ത് കളയാം. താഴെയുള്ള 5ഉം മുകളിലുള്ള സമയം 5ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ ഉള്ളത്? 120. ബാക്കി എന്താ ഉള്ളത്? 120. അതായത് ഒരു വശത്തേക്ക് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 120 കിലോമീറ്റർ. അപ്പൊ എന്താ ഇക്വേഷൻ പഠിക്കേണ്ടത്? ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ആദ്യമുണ്ടായ അതേ സ്ഥലത്തേക്ക് തിരിച്ചു വരുവാണ്. അങ്ങനെയെങ്കിൽ ഒരു വശത്തെ
വശത്തേക്കുള്ള ദൂരം കിട്ടാൻ S1 S2 ബൈ S1 പ്ലസ് S2 ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകെ എത്ര സമയമെടുത്തു അതാണ് ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്പീഡുകളും അതുപോലെ സമയവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? 120. അതായത് ഒരു വശത്തേക്കുള്ള ദൂരമാണ് എത്ര? 120. ഇനി ചിലപ്പോൾ ചോദിക്കാം, ഇയാൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങോട്ടും 120, ഇങ്ങോട്ടും 120, അപ്പോൾ എത്ര? 240. ഓക്കെ, അപ്പോൾ ആകെ ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 240 കിലോമീറ്റർ വേണം എഴുതാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് 240. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വശത്തേക്ക് സഞ്ചരിച്ച ദൂരമാണ്. അത് എത്രയാണ്? 120 കിലോമീറ്റർ. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? അപ്പോൾ ആണുങ്ങളുടെ എണ്ണം മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിൽ അജയനും. അപ്പോൾ ആണുങ്ങളുടെ എണ്ണം എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ അജയനെ കൗണ്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അജയൻ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അജയനും അയാളുടെ ഭാര്യയും. ഭാര്യയെ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ആണുങ്ങളെ മാത്രമാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേണ്ട. ഇനി 4 ആൺമക്കളുണ്ട് അല്ലേ? അജയന് 4 ആൺമക്കളുണ്ട്. അപ്പോൾ അജയന് 4 ആൺമക്കളാണുള്ളത്. അവരെ ABCD എന്നെഴുതി. അജയന്റെ 4 ആൺമക്കളെ ABCD എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഭാര്യമാരുമുണ്ട്. അത് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട, അവർ സ്ത്രീകളാണ്, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ 2 വീതം പെൺകുട്ടികൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. 3 വീതം ആൺകുട്ടികളുണ്ട്, അത് നമ്മൾ കൗണ്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 3 വീതം ആൺകുട്ടികൾ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ എഴുതാം. 3 മക്കളായിട്ട് മാർക്ക് ചെയ്യാം അല്ലേ? ഇവർക്ക് ഓരോരുത്തർക്കും 3 മക്കള് ആൺകുട്ടികളായിട്ടുണ്ട്. ആ 3 മക്കളെ നമ്മൾ കൗണ്ട് ചെയ്യുവാണ്. 3 മക്കള് ആൺകുട്ടികളായിട്ടുള്ളവരെ മാത്രം നമ്മൾ കൗണ്ട് ചെയ്യുവാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 2 വീതം പെൺകുട്ടികളാണ്, അത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ആണുങ്ങളുടെ എണ്ണം. അപ്പോൾ ഇത് ടോട്ടൽ എത്രയുണ്ടെന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അജയൻ 1. ഇനി 4 മക്കള്. അപ്പോൾ 4ഉം 1ഉം 5 പേരായി. അപ്പോൾ മൊത്തം 5 പേരായി. ഇനി 3 വീതം മക്കളുണ്ടല്ലേ? അപ്പോൾ 3ഉം 3ഉം 6, 6ഉം 3ഉം 9, 9ഉം 3ഉം മൊത്തം 12 പേരുണ്ട്. അപ്പോൾ 12ഉം നേരത്തെ കിട്ടിയ 5ഉം തമ്മിൽ കൂട്ടിയാൽ ആകെ എത്ര പേര്? 17 പേര്. മനസ്സിലായല്ലോ? അജയൻ ഒരാള്. അജയന് 4 മക്കളുണ്ട്. ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 4ഉം അജയനും ചേർന്നാൽ 5 ആയി. ഇനി ABCD എന്ന് പറയുന്നവർക്ക് ഓരോരുത്തർക്കും 3 വീതം ആൺമക്കള്. അപ്പോൾ 3 3 3 3 ചേരുമ്പോൾ 12. 12ഉം നേരത്തെ കിട്ടിയ 5ഉം ചേരുമ്പോൾ 17 ആണുങ്ങളാണ് ആ കുടുംബത്തിൽ ഉള്ളത്. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ ആയാൽ പാലിൻ്റെ അളവ് എത്ര? അപ്പോൾ 4 ഭാഗം വെള്ളം 5 ഭാഗം പാല്. അപ്പോൾ നോക്കിയേ, 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലും ആണ്. 4 ഭാഗം വെള്ളം 5 ഭാഗം പാല്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ. വെള്ളത്തിൻ്റെ അളവ്, അതായത് 4 ഭാഗത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ ആണ്. 4 ഭാഗമാണ് വെള്ളമുള്ളത്. ആ 4 ഭാഗം വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാലിൻ്റെ അളവാണ് ചോദിക്കുന്നത്. പാലിൻ്റെ അളവ് 5 ഭാഗമാണ്. ആ 5 ഭാഗം എത്ര എന്ന് കണ്ടുപിടിക്കുക. 4 ഭാഗം വെള്ളം 80 മില്ലി ലിറ്റർ ആണെങ്കിൽ 5 ഭാഗം പാല് എത്രയായിരിക്കും? സിമ്പിളായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5നെ 80 കൊണ്ട് ക്രോസ് ഗുണിക്കുക. 5 × 80 ഡിവൈഡഡ് ബൈ ഇവിടെയുള്ള 4. അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5 × 80 ഡിവൈഡഡ് ബൈ 4. 4 80ൽ 20 പ്രാവശ്യം പോവും.
80/4 20 5 × 20 എത്ര കിട്ടും? 100. അതായത് 100 മില്ലി ലിറ്റർ ആണ് 100 മില്ലി ലിറ്റർ ആണ് പാലിൻ്റെ അളവ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ കൂടി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.